ആർക്കും നശിപ്പിച്ച് കളയാൻ കഴിയാത്ത സ്വർഗത്തിൽ ഇതിന്റെ മാസ്റ്റർ കോപ്പി ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുകയാ. ഹല്ലേലൂയ. ഇതിന്റെ മാസ്റ്റർ കോപ്പി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് ഇതിനെ നശിപ്പിച്ചു കളയുവാൻ പ്രപഞ്ചത്തിലെ ഒരു നേതാക്കന്മാർക്കോ പ്രപഞ്ചത്തിലെ ഒരു ലോകൈക ശക്തികൾക്കോ കഴിയില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. ആ പ്രമാണത്തിന്റെ പലക നഷ്ടപ്പെട്ടു പോയി. പ്രപഞ്ചത്തിലെ നാഥനായ തമ്പുരാൻ മോശെ വിളിച്ചിട്ട് വീണ്ടും ഒരു കാര്യം പറഞ്ഞു. മോശേ, നീ പർവ്വതത്തിലേക്ക് കയറി വരണം. രണ്ടാം പ്രാവശ്യം. ഇനി വരുമ്പോൾ വെറും കൈയോടെ വരല്ലേ, നീ തന്നെ 2 പലക ചെത്തി ഉണ്ടാക്കിക്കൊണ്ട് കയറി വരാൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിന്റെ കയ്യിൽ നിന്നൊരു ദൈവകൃപ നഷ്ടപ്പെട്ടാൽ നിന്നെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോട് നീ മറന്നു പോകല്ലേ കേട്ടോ. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കട്ടെ ദൈവമക്കളെ, തമ്പുരാൻ നിനക്ക് തന്ന നീ രക്ഷിക്കപ്പെട്ട കാലത്ത്, സ്നാനപ്പെട്ട കാലത്ത്, അഭിഷേകം പ്രാപിച്ച കാലത്ത് പ്രാപിച്ച ദൈവകൃപ ഇന്ന് രാത്രി നിന്റെ മേലുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ച്, എവിടെ വെച്ചെങ്കിലും നീ പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോയെന്ന് നിന്റെ ഉള്ളത്തിന് തേങ്ങലുണ്ടെങ്കിൽ ഇന്ന് രാത്രി മേഘാരൂഢനായി ഇറങ്ങുന്ന ദൈവം വെറും കൈയോടെയല്ല, നഷ്ടപ്പെട്ട ദൈവകൃപ നിന്റെ കരത്തലത്തിൽ തിരിച്ചു തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റുവാങ്ങാൻ ശക്തിയായിട്ട് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ആരാധിച്ചാട്ട്. നീ നഷ്ടപ്പെടുത്തിയ ദൈവകൃപ, നീ നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹം, നീ നഷ്ടപ്പെടുത്തിയ അന്യഭാഷ, നീ നഷ്ടപ്പെടുത്തിയ വെളിപ്പാട്, നീ നഷ്ടപ്പെടുത്തിയ പ്രാർത്ഥനാവരം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ നാവിൻ തുമ്പിൽ തരാൻ അഖിലാണ്ടത്തിന്റെ ഉടയവനിതാ ആരാധനയ്ക്കകത്തുണ്ട്. കണ്ണുനീടെ പ്രാർത്ഥിക്ക്. ആരാധന കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ ഇരട്ടി ബലത്തോടെ, ഇരട്ടി ബലത്തോടെ, ഇരട്ടി ആത്മബലത്തോടെ മടങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തമ്പുരാൻ മേഘാരൂഢനായി ഇറങ്ങി വന്ന് അത് കൊടുത്തു. കൽപ്പലക വാങ്ങി പറഞ്ഞു, നീ ഓർത്തെഴുതുമൊന്നും വേണ്ട, ഞാൻ തന്നെ എഴുതി തരാം. തമ്പുരാന്റെ തിരുവിരൽ തുമ്പ് കൽപ്പലകി തൊട്ടപ്പോ ഇബ്രായലേഖനക്കാരൻ പറഞ്ഞത് അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറിയെന്ന. അവിടെ ഇങ്ങനെ എഴുതി, അഗ്നിയിൽ ന്യായപ്രമാണം എഴുതി. മറ്റൊരു ഭാഗത്ത് അവർ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ വിരൽത്തുമ്പ് മുട്ടിച്ചെഴുതിയതാ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കരത്തിലിരിക്കുന്ന ഈ വേദപുസ്തകത്തിന് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തത്തിന്റെ ഗന്ധമുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ ഗന്ധം അതിനകത്തുണ്ട്. ഇത് രണ്ടും നിനക്ക് രോഗസൗഖ്യമായിട്ട് വരട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ കൈ തൊടാത്തൊരു വിടുതൽ ഇതിനകത്ത് നടക്കുന്നത് ഞാൻ ദൈവാത്മാവിൽ കാണുകയാ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഇവിടെ ഇരിക്കുന്ന ഒരു അഭിഷക്തന്മാരുടെയും കരം തൊടാതെ ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്നത്, ആത്മാവിൽ വിടുവിക്കപ്പെടുന്നത്, രോഗബന്ധനം അഴിയുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവത്തിന് ആരാധന കൊടുക്ക്. ശരീരത്തിൽ വിടുതൽ അനുഭവിച്ചു മടങ്ങാൻ. കൃപ, 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 കൃപ. ഹല്ലേലൂയ. വരട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി മേഘത്തിൽ ഇറങ്ങിയത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ വേണ്ടിയാ കേട്ടോ. ഈ രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് ഒരു ദൂതച്ചൻ വിളിച്ചു പറയാമേ, ന്യായമായിട്ട് നിനക്ക് ലഭിക്കേണ്ട നന്മ ഏതെങ്കിലും വിധത്തിൽ അപകരിക്കപ്പെടുകയോ നഷ്ടപ്പെട്ടു പോകുകയോ ചെയ്തതോർത്ത് അകം വേദനിക്കുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. നിന്നോട് ദൈവാത്മാ വിളിച്ചു പറയുന്നത്, 2025 തിരശ്ശീല വീഴുന്നതിന് മുമ്പ്, ഡിസംബർ മാസം തിരശ്ശീല വീഴുന്നതിന് മുമ്പ് നിന്റെ ആ നഷ്ടം നിന്റെ കരതലത്തിൽ കൊണ്ടുവച്ച് തരാൻ ഇന്ന് രാത്രി മേഘത്തിൽ ഇറങ്ങിയ ദൈവം തയ്യാറാണെന്ന് ദൈവസഭയോട് ആത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. രക്തഞ്ജയം, 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 രക്തഞ്ജയം പ്രാപിച്ച ദൈവകൃപ ഏറ്റെടുത്തൊന്ന് ആരാധിച്ച് ഹല്ലേലൂയ. നിന്റെ നാവിൻ തുമ്പത്ത് ദൈവാത്മാവ് തൊടട്ടെ, അന്യഭാഷ വെളിപ്പെടട്ടെ, സ്വർഗീയ വെളിപ്പാടുണ്ടാകട്ടെ.
കൃപ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് ഇറങ്ങിയത് ആ കൽപ്പലക വീണ്ടും എഴുതി കൊടുക്കാൻ സ്തോത്രം. മൂന്നാമത് സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ ഇറങ്ങിയത് 70 മൂപ്പന്മാരെ അഭിഷേകം ചെയ്യാൻ. ഞാൻ വാക്യം വായിപ്പിക്കാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. സ്തോത്രം ഞാൻ പറഞ്ഞോളാം. സ്തോത്രം. ഒരിക്കൽ മോശ ദൈവജനത്തിന് ന്യായപാലനം ചെയ്ത് ഒറ്റയ്ക്ക് ന്യായം നടത്തി ക്ഷീണിതനായി. സന്തോഷ ദൂതോട് പറയാം, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവന്റെ ക്ഷീണം ദൈവത്തിനറിയാം. സന്തോഷോടെ ചിരിച്ചോണ്ടൊരു സ്തോത്രം പറ. തമ്പുരാന് വേണ്ടി നിൽക്കുന്നവന് ക്ഷീണമുണ്ടായാൽ, അവന്റെ മനസ്സിന് ഭാരമുണ്ടായാൽ തമ്പുരാൻ ഇടപെടും കേട്ടോ. ഉറപ്പാണോ നിങ്ങൾക്ക്? ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞേ, ഒരിക്കൽ കൂടെ സ്തോത്രം പറ. അച്ഛൻ ചില ഒരു തെളിവ് നിരത്തിച്ച് മുമ്പോട്ട് പോകാവേ. പണ്ട് യോന എന്നൊരു പ്രവാചകനുണ്ടായിരുന്നു. നിനവയ്ക്ക് പോകാൻ അദ്ദേഹം പോയത് തർസീസിലേക്ക്. തിരിച്ചു വിളിച്ച് തുടങ്ങിയെടുത്ത് കൊണ്ടുവന്നു അല്ലേ. നിനവയ്ക്കെതിരെ പ്രസംഗിച്ചു. നാശം കാണാൻ മാടം കെട്ടിക്കിടക്കുവാണ് മണലാരണ്യത്തിൽ. ഒറ്റക്കാറ്റിന് താൻ കെട്ടിയ മാടം പറന്നുപോയി. സ്തോത്രം. ആ മുൻകഷണ്ടി കയറി മുടിയില്ലാത്ത പ്രവാചകവരേണ്യനായിരിക്കുന്ന യോനയുടെ തലയ്ക്ക് സൂര്യപ്രകാശമേറ്റ് ചൂടേറ്റപ്പോ കാരുണ്യവാനായ ദൈവത്തിന്റെ കണ്ണ് നനഞ്ഞു. കാരണം ദൈവദാസന്റെ ക്ഷീണം ദൈവത്തിനറിയാം, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും. ഒറ്റയ്ക്ക് കുടുംബത്തിന് വേണ്ടി രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മാതാക്കളിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. മക്കളും ഭർത്താവും ഒക്കെ കിടന്നുറങ്ങുമ്പോ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി കിടക്കുന്ന കട്ടിലിരുന്ന് അളവില്ലാത്ത കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവനെ കാണിക്കുന്നുണ്ട്. ഈ ദൂത് നിന്നോടുള്ളത് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ശക്തമായ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്നോടൊപ്പം കൂടണം. സ്തോത്രം സ്തോത്രം കൂടണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. വെയില് കൊണ്ട് പൊള്ളിയപ്പോ തമ്പുരാന് ഭാരമുണ്ടായി. അന്ന് രാത്രി കിടന്നുറങ്ങിയ യോന നേരം വെളുത്തിട്ട് 10 എഴുന്നേറ്റില്ല. കാരണം വെയിലില്ല. അദ്ദേഹം കിടന്നിടത്ത് നിന്ന് കണ്ണു തെളിച്ച് മുഖം തിരുമി മുകളിൽ നോക്കുമ്പോ ഒരു പടർന്നു പന്തലിച്ച വൃക്ഷം നിൽക്കുന്നേ. 9 അടി നീളമുണ്ട് യോനയ്ക്ക്. കാരണം അന്നത്തെ ആയുസ്സും കാലഘട്ടം വെച്ച് അച്ഛൻ അങ്ങനെ പറയുന്നു കേട്ടോ. 9 അടി നീളം വരുന്ന അജാനുവാകുവായ മനുഷ്യൻ നീണ്ടു നിവർന്ന് കിടന്നാൽ ഉദയസൂര്യന്റെ പ്രകാശം മുതൽ അസ്തമന സൂര്യന്റെ പ്രകാശം വരെ ഒരു മനുഷ്യന്റെ ശരീരത്ത് പതിക്കാതിരിക്കത്തക്കവണ്ണം ഒരു വൃക്ഷം വളരണമെങ്കിൽ 40 വർഷമെങ്കിലും വേണം. മനസ്സിലായോ ദൈവമക്കൾക്ക്? 40 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു കൊടുത്തൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ചില കാലഘട്ടങ്ങളായി, ചില വർഷങ്ങളായി വേദപുസ്തകത്തിനകത്ത് ചില പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് എത്ര നാളായി കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ എന്ന് രാത്രി ചോദിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസിയെ, ഇത് നിന്നോടുള്ള ദൈവാലോചനയാ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗ്ഗം നിന്റെ കരത്തിൽ തരികയാ. യേശുവിന്റെ നാമത്തിൽ ശക്തമായി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉയർത്തിയ കരത്തെ ദൈവം തൊടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന ആന്റിക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന പിതാവേ നിനക്ക് വേണ്ടി 40 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഇന്ന് രാത്രി ദൈവം ചെയ്യുമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? കൃപ. എത്ര വർഷമായി കരയുന്ന വിഷയത്തിന്, എത്ര വർഷമായ ഒരു നല്ല വീടിന് വേണ്ടി, എത്ര വർഷമായ ഒരു തലമുറയ്ക്ക് വേണ്ടി, എത്ര വർഷമായ ഒരു ജോലിക്ക് വേണ്ടി, എത്ര വർഷമായി നിന്റെ പ്രശ്നം ഒതുങ്ങാൻ ഒറ്റ രാത്രി കൊണ്ട് ആർക്ക് വേണ്ടിയാ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചെയ്യുന്നൊരു ദൈവം. കരമൊന്നുയർത്തി സ്തോത്രം പറഞ്ഞേ. മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ വീണ്ടും കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. നിന്റെ നാള് നീ എണ്ണണ്ട കേട്ടോ. എത്ര വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ചിന്തിക്കണ്ട. അച്ഛൻ പറഞ്ഞ വാചകം കേട്ടോ. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു കൺവെൻഷൻ പന്തലിൽ 3 കാര്യമേ നടക്കൂ. 1, ഒരാള് പ്രസംഗിക്കും. 2, നിങ്ങൾ കേൾക്കും. 3, നിങ്ങൾ വിശ്വസിക്കും. 4, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ചെയ്യും. യെസ്, മനസ്സിലായോ? എന്റെ ഡ്യൂട്ടി പ്രസംഗം.
നിങ്ങളുടെ ഡ്യൂട്ടി വിശ്വാസം, ദൈവത്തിന്റെ പദ്ധതി പ്രവർത്തനം. ഇത് മൂന്നും ഒന്നിച്ചു കൂടുന്നിടത്ത് അത്ഭുതം നടക്കും. മനസ്സിലായോ? ഏറ്റെടുത്തു, ശക്തമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇറങ്ങി സ്തോത്രം പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, മോശേ നീ 70 പേരെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ നിർത്തണം. ഞാൻ അവരെ അഭിഷേകം ചെയ്യാൻ പോവാ. എന്നിട്ട് പറഞ്ഞു, നിന്റെ ആത്മാവിൽ കുറെ എടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും. സ്തോത്രം. അതിനകത്ത് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ വീട്ടിലോ ആരാധന സ്ഥലത്തോ നിറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ബാക്കി നിറയ്ക്കുന്ന ദൈവം. യെസ്, മനസ്സിലായി അല്ലേ? സ്തോത്രം പറഞ്ഞേ. നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാ. ആത്മനിറമുള്ള ഒരാൾ മതി, നിന്റെ വീട് രക്ഷപ്പെട്ടു, നിന്റെ തലമുറ രക്ഷപ്പെടും. തെളിവച്ച വീണ്ടും പറയാം. കടങ്കേറി നശിച്ച ശൂന്യംകാരത്തിൽ തമ്പുരാൻ പറഞ്ഞു, എന്തെങ്കിലും വീട്ടിലുണ്ടോ? അവള് പറഞ്ഞു, നിറഞ്ഞ ഒരു ഭരണിയുണ്ട്. ശരിയല്ലേ? യെസ്, നിറഞ്ഞ. ബാക്കി എത്ര ഭരണി ഉണ്ടെങ്കിലും നിറയും. യെസ്. ദൈവമക്കളെ, നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാ പോരാ, നിന്റെ വീടിനകത്ത് നിറവ് പ്രാപിച്ച ഒരുത്തനെങ്കിലും ഉണ്ടാകണം. എങ്കിൽ നിന്റെ വീട് രക്ഷപ്പെട്ടു. നിന്റെ സഭയിൽ 85 കുടുംബമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതിലല്ല കാര്യം. അതിനകത്ത് ആത്മനിറവുള്ള ഒരു കുടുംബം ഉണ്ടാകണം. കമ്മിറ്റിക്കാട് കൂടെ രക്ഷിക്കപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടാകണം. ആത്മനിറവിൽ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ, യഹോവയുടെ ഉപകരണത്തെ ചുമക്കുന്നവനെ നീ നിന്നെ തന്നെ നിർമ്മലീകരിപ്പീൻ എന്നാ ദൈവത്തിന്റെ വചനം. സ്തോത്രം, സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഉള്ളത് കൊണ്ട് ആ സഭകൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല. ആത്മനിറവ് പ്രാപിച്ച ഒരു കൊച്ചുകുട്ടിയെങ്കിലും ഒരു ദൈവാലയത്തിൽ ആരാധനയ്ക്കുണ്ടെങ്കിൽ ഒറ്റ കാര്യം മതി, അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് ആ ഒരു കുഞ്ഞു മാത്രം മതി കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് നീയായി തീരട്ടെ. പ്രീസലോ, പ്രീസലോ. എത്ര പേർക്ക് പറയാൻ കഴിയും ആ വ്യക്തി ഞാനാകട്ടെ എന്ന് പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ആരാധനയ്ക്കുണ്ട്? കണ്ണടച്ച ദൈവത്തിന് സ്തോത്രം കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി നീ ആയിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മേഘത്തിൽ ഇറങ്ങി വന്നിട്ട് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് മോശയുടെ ആത്മാവിനെ കുറേശ്ശെ എടുത്ത് 70 പേരെ അഭിഷേകം ചെയ്തു. പക്ഷെ എന്നിട്ടും മോശയ്ക്കൊരു കുറവും സംഭവിച്ചില്ല. അവന്റെ ആത്മശക്തിക്കൊരു പോരായ്മയും സംഭവിച്ചില്ല. സ്തോത്രം. ഇനി എന്റെ വിഷയത്തിന്റെ ഗാംഭീര്യമുള്ള ഭാഗത്തേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ദൈവത്തിന്റെ ദാസനായിരിക്കും ദാനിയേൽ ഒരിക്കലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദാനിയേൽ ഇപ്പം ബാബിലോണില്ല. 20 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആരോഗ്യ ദൃഢഗാത്രന്മാരായ ഇസ്രായേൽ മക്കളെ ലോകം കണ്ട അതിൽ വെച്ച് ഏറ്റവും വലിയ ജാതീയ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചടിമകളാക്കി ബാബേലിലോട്ട് കൊണ്ടുവന്നു. സ്തോത്രം. അവർ യെരൂശലേം വിട്ട് ബാബേലിലോട്ട് പോരുമ്പോ അവർക്ക് ആരാധന നഷ്ടപ്പെട്ടു, രക്തബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സാമ്പത്തിക മേഖല തകർന്നുപോയി. സ്തോത്രം, സ്തോത്രം. പൈതൃകം നഷ്ടപ്പെട്ടു, ദൈവാലയം നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ കണക്ക് നിരത്തി അവർ ബാബിലോണിൽ ഇരിക്കുകയാണ്. ബാബിലോണിൽ ഇരിക്കുമ്പോ അവിടെയും സ്തോത്രം ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന ചില യൗവനക്കാരുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം. അവരെല്ലാം ഒരു ആലയത്തിൽ ആരാധിച്ച് എല്ലാവരും പോയപ്പോ കിന്നരവും തമ്പുരും എല്ലാം കൊണ്ടുപോയി. പ്രിയപ്പെട്ട അമ്മച്ചിമാരൊക്കെ എന്തിനാണെന്നറിയാമോ? ഒത്തുകിട്ടിയാലൊന്ന് ആരാധിക്കാമെന്ന് ഓർത്താ പോയത്. പക്ഷെ അവിടെ ആരാധനയെ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുന്ന ജാതീയ കോട്ടയ്ക്കകത്ത് എന്നപ്പോ വാതുറന്നൊന്ന് പാടാൻ അവർക്ക് പറ്റിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവിടെ കിന്നരങ്ങൾ അലരിവൃക്ഷത്തിന്മേ തൂക്കിയിട്ട് സിയോനെ ഓർത്തവർ കരഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി അച്ഛനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ ആലയത്തെ ആരാധനയെ ഓർത്ത് നിലവിളിക്കുന്ന എത്ര പേരുണ്ട് ആരാധനയ്ക്കകത്ത്?
ഒരു ദിവസം ഒരു വട്ടമെങ്കിലും നിന്റെ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ശുശ്രൂഷിക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുവോ? നിന്റെ ഉപദേശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? നിന്റെ സഹ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവോ? സഭയ്ക്കൊത്തിരി അത്ഭുതം നടക്കാൻ എത്ര പേര് പ്രാർത്ഥിക്കും? ആ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഓർമ്മയുണ്ടാകണം ആരാധനയെ, കേട്ടോ. ആരാധനയെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. സ്തോത്രം. അവരോർത്ത് കരഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അതിനകത്തും അകത്തെ ആരാധന കെടാത്ത ചില യൗവനക്കാരുണ്ടായിരുന്നു അതിന്റെ നടുവിൽ. അതിൽ ഒരുവനായിരിക്കും ദാനിയേൽ. മുട്ടുമേൽ നിന്ന് 21 രാപ്പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചു. താൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. ആ പുസ്തകത്തിൽ 26 പ്രാവശ്യം ഉണ്ട്. ഞാനും എന്റെ ജനവും പാപം ചെയ്തു. സ്വന്തം ജനത്തിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് തന്റെയും പോരായ്മ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് ദാനിയേലിന്റെ ഒറ്റ ചോദ്യം ആ ദൈവത്തോട്: ദൈവമേ, ഞങ്ങൾക്ക് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു പോകാൻ കഴിയുമോ? സ്തോത്രം, സ്തോത്രം. അന്ന് രാത്രി ദാനിയേൽ തന്റെ കിടക്കയിൽ ഒരു ദർശനം കണ്ടു. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളെ വാഹനമേറി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചങ്ക് തകർന്ന് തന്റെ സ്വന്തം ജനത്തിന്റെ മടങ്ങിപ്പോക്കിനു വേണ്ടി താൻ ആരാധിച്ച ദൈവാലയത്തിൽ ഒരു വട്ടമെങ്കിലും ചെന്ന് ഒരു യാഗം നടത്താൻ ആഗ്രഹിച്ച ദാനിയേലിന്റെ കണ്ണുനീരാ ശാപം വീണ ഭൂമിക്കകത്ത് വീണ് ചെതറിയപ്പോൾ ആ രാത്രി, ഹല്ലേലൂയ, തന്റെ സ്വർഗീയ ദർശനത്തിൽ ആകാശത്തിലെ മേഘത്തെ വാഹനമേറി അഖിലാണ്ടത്തിന്റെ ഉടങ്ങിയുടയവൻ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ദാനിയേൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ മുഖത്തോട്ട് ഇമ വെട്ടാതെ നോക്കിയിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നീ കരയുന്ന രാത്രി മേഘാരൂഢൻ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം നൊന്തുപൊട്ടി നിലവിളിക്കുന്ന ആമേൻ സ്തോത്രം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മുമ്പിൽ വേദനയോടെ കരയുന്ന ദൈവമക്കളെ, നീ അറിയാതെ എത്രയോ വട്ടം നിന്റെ ഭവനത്തിനകത്ത് മേഘാരൂഢനായ തമ്പുരാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാ ഇന്ന് രാത്രി നീ ആരോഗ്യത്തോടെ ഈ പള്ളിക്കകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ തമ്പുരാൻ ഭാഗ്യം തന്നത്. അതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മേഘാരൂഢൻ ഇറങ്ങി. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദാനിയേൽ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ന് മടങ്ങിപ്പോകാനൊക്കും? സ്തോത്രം, സ്തോത്രം. ആ വരവാണ് ദാര്യാവേശിനെ തമ്പുരാൻ ഉണർത്തിയത്. പറഞ്ഞു, 70ാമത്തെ വർഷം നിങ്ങളെ ഞാൻ മടക്കി അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേഘാരൂഢനായവൻ ഇറങ്ങിയാൽ അഴിയാത്ത ഏത് ബന്ധനവും അഴിയും സ്നേഹിത. മേഘാരൂഢനായ തമ്പുരാൻ നിന്റെ വീട്ടിൽ ഇറങ്ങിയാൽ നിന്നെ പുറപ്പെടുവിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. നിന്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന മതിൽക്കെട്ടുകൾ ദൈവം ഇടിക്കും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നന്മയിലേക്ക് പറന്നകലാൻ ആഗ്രഹിക്കുന്ന ചില ദൈവമക്കളുണ്ട് ആരാധനയ്ക്ക് നടുവിൽ. ഹല്ലേലൂയ. രാജ്യത്തിന് വെളിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് സ്തോത്രം തത്രപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, നിന്നെ തോളിലേറ്റി ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ശക്തമായിട്ട് പ്രാർത്ഥിക്ക്. മേഘാരൂഢൻ നിന്റെ കൂടാരത്തിനകത്തിറങ്ങും. ഹല്ലേലൂയ. നിന്റെ ചിന്തയ്ക്ക് നടക്കാൻ കഴിയാത്ത കാര്യം നിന്റെ വീടിനകത്ത് ദൈവം നടത്തി തരും. പ്രൈസ് ദി ലോർഡ്. മേഘാരൂഢൻ ഇറങ്ങി ദാര്യാവേശിന്റെ അരിക്കച്ചെന്ന് പറഞ്ഞു, ദാര്യാവേശേ, നീ അറിയാത്ത കുറച്ച് ജനം, എന്റെ ജനം, എന്നെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നീ ഒരു ഉത്തരവിട്ടേക്കണം, ഇവരെ മടക്കി അയക്കാൻ. ഹല്ലേലൂയ. ദാര്യാവേശ് ഇങ്ങനെ കൽപ്പിച്ചു, ദൈവത്തിന്റെ പക്ഷത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവന് തിരികെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാം. നോക്കിക്കിയ സ്നേഹിത, മേഘാരൂഢൻ ഇറങ്ങിയതിന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മുമ്പിലും മേഘാരൂഢൻ ഇറങ്ങണം. ഇറങ്ങുമെന്നുറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം പറ. ഇറങ്ങുമെന്നുറപ്പുള്ള ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. ഇറങ്ങി 3 ഘട്ടമായി എസ്രായുടെയും നെഹമ്യാവിന്റെയും സ്തോത്രം ഹല്ലേലൂയ കാലത്ത് അവരെ തിരികെ യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സായി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മേഘാരൂഢൻ ബാബിലോണിന്റെ ശാപം പിടിച്ച മണ്ണിലിറങ്ങി. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. എങ്ങനെ ഇറങ്ങിയെന്നറിയണ്ടേ? യെഹെസ്കേൽ പ്രവചനം 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോ അവൻ കേബാർ നദീതീരത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ.
ആയിരക്കണക്കിന് ആൾക്കാർ അകമ്പടി നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് നടുവിൽ യഗസ്കേല് മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞൊരു കൊടിയ മുഴക്കമുണ്ടായി. മുഴക്കം കേട്ട പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവം പ്രസാദിച്ചതിന്റെ സന്തോഷത്തോടെ നിവർന്നു നിന്നു. ദാനിയേല് മാത്രം നെടുമ്പാട് കിടക്കുകയാ. നെടുമ്പാട് കിടന്നപ്പോ സ്തോത്രം കൂടെ നിന്ന് ചോദിച്ചു, ദാനിയേലേ എന്താ നീ മാത്രം, യഗസ്കേലേ നീ മാത്രം എന്താ എഴുന്നേക്കാത്തത്? യഗസ്കേൽ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? അവര് പറഞ്ഞു, ദൈവം പ്രസാദിച്ചതൊരു മുഴക്കമായി ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ദാനിയേല് പറഞ്ഞു, അല്ലല്ല, ഒരു കരം എന്നെ തൊട്ടു. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പുന്നപ്പറ സഭയോട് ഞാനൊരു ദൂത് പറയാം. നിന്റെ മുറിക്കകത്ത് തമ്പുരാന്റെ കരം വെളിപ്പെടാൻ അധിക സമയം വേണ്ട കേട്ടോ. ഹല്ലേലൂയ. നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ മാറ്റിക്കളയാൻ തമ്പുരാന്റെ കരം. അതിന്റെ പ്രത്യേക കാരണമുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരൊക്കെ പ്രസംഗിച്ച കൂട്ടത്തിലൊക്കെ ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം ഇസ്രായേൽ മക്കൾക്ക് ഇടക്കാലത്തൊരു ചിന്തയുണ്ടായി, ദൈവം വയസ്സനായി പോയി. സ്വർഗത്തിന്റെ ഒരു മൂലയ്ക്ക് ചാരുകസേറിയിട്ടിരിക്കുന്ന ഒരു വയോവൃദ്ധനാണ് ദൈവം. കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, കൈക്ക് ബലമില്ലെന്നൊക്കെ ചിന്തിച്ച് ഇസ്രായേൽ മക്കൾ ആവശ്യമില്ലാത്ത ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചപ്പോ പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവിനെ പറഞ്ഞു, ചെന്നു പറ, എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചിന്ത ഇസ്രായേൽ മക്കളുടെ അകത്തുണ്ടായപ്പോൾ ചടുല വാക്കിൽ സംസാരിക്കുന്ന തീഷ്ണത നിറഞ്ഞ കണ്ണുള്ള ആമേൻ യെശയ്യാ പ്രവാചകനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, അല്ലയോ ഇസ്രായേലേ കേൾക്ക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രക്ഷിപ്പാൻ കഴിയാതെ എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ എന്റെ കണ്ണ് മങ്ങിപ്പോയിട്ടില്ല. സ്തോത്രം. കണ്ണുമങ്ങാത്ത, ചെവി കേൾക്ക, സ്തോത്രം, മന്ദമാകാത്ത, കരതലത്തിന് മുരമ്പാൻ, സ്തോത്രം, കുറുകച്ചയില്ലാത്ത ഒരു ആരാധ്യ പുരുഷൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉണ്ട്. ദൈവമക്കൾ പ്രത്യാശയോടെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം എന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. ഞാൻ സ്തോത്രം വേഗത്തിൽ മുൻപോട്ടോടി വരാം. വായിച്ച വാക്യം ഒരിക്കലും വായിച്ച വെളിപ്പാട് 1 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെ ഭാഗം ഒന്ന് അല്പസമയം വിശദീകരിക്കണമെന്ന് കർത്താവിൽ ചിന്തിക്കും. ഇത് കർത്താവിന്റെ സഭയെ ചേർക്കാനുള്ള വരവല്ല. യേശുക്രിസ്തു സഭയെ ചേർത്ത് കഴിഞ്ഞ് 7 വർഷത്തെ മഹാപീഡനത്തിന്റെ അവസാനത്തിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്നൊരു ദൈവം. അല്ലെങ്കിൽ നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏതാണ്ട് 6673 പ്രാവശ്യം ആവർത്തിച്ചെഴുതിയൊരു പദമുണ്ട്, യഹോവ എന്ന പദം. അതിൽ 676 പ്രാവശ്യം ആവർത്തിച്ചെഴുതിയൊരു പദമുണ്ട്, സൈന്യങ്ങളുടെ യഹോവ. അത് ദൈവത്തിന്റെ സൈനിക നാമമാണ്. സ്തോത്രം. 6308 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു പദമുണ്ട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. അങ്ങനെ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തവനെ രക്ഷിക്കാൻ വേണ്ടി യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയെ തന്നെ തൃപ്പാദം ചവിട്ടുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഒലിവുമല 2ആയിട്ട് പിളർന്ന് താഴ്വര ഉണ്ടാകും. ആ വരവിനെ കുറിച്ചാണ് വെളിപ്പാട് 1 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനിടയായത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് ഇറങ്ങാം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ, സ്തോത്ര, പത്മോസിൽ അവനെ ഏകാന്തവാസത്തിന് കൊണ്ടാക്കി. എന്നതിന്റെ പശ്ചാത്തലം അധികം വിവരിക്കുന്നില്ല. സ്തോത്രം. യോഹന്നാനെ പായ്ക്കപ്പലിൽ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് രാജകങ്കരന്മാർ തിരികെ മടങ്ങിപ്പോയി. സ്തോത്രം. കപ്പലിൽ നിന്നിറങ്ങിയ യോഹന്നാൻ പതിയെ പതിയെ പത്മോസിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു നിമിഷം തിരിഞ്ഞു നോക്കുമ്പോ തന്നെ ഇറക്കിയ പടക് അകലെ പൊട്ടുപോലെ മറഞ്ഞു. ഒറ്റപ്പെട്ടു പോയ വേദനയിൽ കണ്ണു നിറഞ്ഞ യോഹന്നാൻ തീരത്താർത്തടിച്ച്, പഞ്ചസാര മണല് പോലെ ഇരിക്കുന്ന തീരത്താർത്തലച്ച് പാൽനുര പോലെ ചിതറിത്തെറിച്ചു പോകുന്ന തിരമാലയോട് ചോദിച്ചു, അല്ലയോ തിരമാലേ, നീ മടങ്ങിപ്പോകുമ്പോ കടലിൽ മീതെ നടന്ന തമ്പുരാനെ കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഉണ്ടെന്ന്. തിരമാല മറുപടി പറഞ്ഞില്ല. അല്പം കൂടെ തിരിഞ്ഞ് മുൻപോട്ട് നടക്കുമ്പോ എന്തോന്ന് തന്റെ കാലിൽ തട്ടി ഉരുളുന്നതായിട്ട് യോഹന്നാന് മനസ്സിലായി.
താൻ ദൃഷ്ടി താഴേക്ക് പതിച്ചു നോക്കിയപ്പോൾ തന്നെക്കാൾ മുമ്പ് നാടുകടത്തപ്പെട്ട രാജ്യദ്രോഹിയായ ഒരു മനുഷ്യന്റെ തലയോട്ടി, അഴുകിത്തീർന്ന തലയോട്ടി തന്റെ കാലിൽ തട്ടി ഉരുളുകയാണ്. അത് തനിക്ക് അഭിമുഖമായി നിന്നു. കുഴിഞ്ഞ കണ്ണിരുന്ന ഭാഗത്ത് കുഴി, വായിരുന്ന ഭാഗത്തൊരു ദ്വാരം, അടർന്നു പോകാത്ത പല്ലുകളും കാണിച്ചുകൊണ്ട് തന്നെ കളിയാക്കുന്നത് പോലെ യോഹന്നാന് തോന്നിയ തലയോട്ടി മൂകമായിട്ട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാനെ, നിന്നെക്കാൾ മുമ്പ് ഞാനിവിടെ വന്നതാണ്. ഞാൻ ഇങ്ങനെയായി, നീയും ഇങ്ങനെയാകും. യോഹന്നാനത് മനസ്സിലായി. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ തലയോട്ടി, ഞാനൊരു കാര്യം പറയാം. അഴുകി തീർന്നവനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവനെയാ. ഹല്ലേലൂയ! അഴുകി തീർന്നവനെയല്ല, കല്ലറ കൊണ്ട് അടക്കപ്പെട്ടവനെയല്ല, മരക്കുരിശു കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചവനെയല്ല, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനെയാ ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ജീവനോടെ തിരികെ മടങ്ങും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ പ്രാർത്ഥന ഒരു ജീവനായിട്ട് ഭവിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ! അഴുകിത്തീരാത്ത, ഉയർത്തെഴുന്നേറ്റ, ആമേൻ, ദ്രവത്വം കാണാത്ത യേശുവിനെ ആരാധിക്കുന്ന യോഹന്നാൻ അല്പം കൂടെ മുൻപോട്ട് പോയപ്പോ ചിറകടിച്ച് വട്ടം പറക്കുന്ന കഴുകൻ കുഞ്ഞുങ്ങളുടെ കഴുകന്റെ ചിറകടി ശബ്ദം കേട്ട് താനൊന്ന് അനന്തവികായസിലേക്ക് നോക്കി. മരിച്ചു വീഴുന്ന രാജ്യദ്രോഹികളുടെ ശവശരീരം കൊത്തിപ്പറിച്ച് തിന്ന് പാരമ്പര്യമുള്ള കഴുകൻ. സ്തോത്രം. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇല്ലില്ല, നിനക്കതിന് കഴിയില്ല. കാരണം ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ഇസ്രായേൽ ഗോത്രത്തിന്റെ കഴുകൻ അടയാളമുള്ള കൊടിയടയാളത്തിൽ ആരാധിക്കുന്ന ദൈവമൈതല. സ്തോത്രം. ഹല്ലേലൂയ! ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജഡത്തിന് നേരെ പോരാടുന്ന പോരാട്ടത്തെ നീക്കം ചെയ്യുന്നവനാണ് യേശുവിന്റെ ശബ്ദം എന്ന് പറയുന്നത്. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ! യോഹന്നാൻ അങ്ങനെ നിൽക്കുമ്പോ തന്റെ പിന്നിൽ ഒരു ശബ്ദം, സ്തോത്രം, ഒരു ദർശനം കാണിക്കും. യേശുക്രിസ്തു മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, ദൈവസഭയുടെ ഭാവി, ലോകരാഷ്ട്രത്തിന്റെ ഭാവി, സ്തോത്രം, ഭൂമിയുടെ വീണ്ടെടുപ്പ്, ഇവയൊക്കെ കാണിക്കാൻ സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ! താൻ നോക്കിയപ്പോൾ മേഘത്തിൽ ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ കണ്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദ്യ കർത്താവ് വരുന്നത് സഭയെ ചേർക്കാൻ. ഇനി നമ്മുടെ പ്രതീക്ഷ അതാണ്. ഏത് നിമിഷവും ക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ടാകാം. പത്രോസ്ലീഹ പറഞ്ഞു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ യേശുവിന്റെ വരെ താമസിക്കുന്നില്ല. പിന്നെ താമസിക്കുന്നത് നമ്മിൽ ചിലരൂടെ മാനസാന്തരപ്പെടാനുണ്ട്. ഹല്ലേലൂയ! ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവപ്രമാണം അനുസരിച്ച് ആരാധിക്കാൻ ഇതുവരെ ഭാഗ്യം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സമർപ്പണം ആവശ്യമാണ്. നാളത്തെ മീറ്റിംഗ് നിനക്കുള്ളതായിരിക്കില്ല. വരുന്ന വർഷം ഈ സമയത്തൊരു യോഗം കൂടാമെന്നൊരു ഉറപ്പും നമുക്കില്ല. ഇന്ന് രാത്രി ഒരു മാനസാന്തരം ആവശ്യമുണ്ട്. യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാൻ ഇന്ന് രാത്രി കേട്ട ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിനുള്ളിൽ വന്ന് രാജാവായിട്ട് വാഴണമെന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഇന്ന് രാത്രി നീ ദൈവ പൈതലായിട്ട് മടങ്ങിപ്പോകാനിടയാകും. ഹല്ലേലൂയ! അങ്ങനെ ചിലരുടെ മാനസാന്തരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തമ്പുരാന്റെ വരവ് താമസിക്കുന്നത്. ഹല്ലേലൂയ! എന്നാൽ ആ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ സംഖ്യ പൂർത്തിയാകുമ്പോൾ കാഹളം ധ്വനിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 14-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പ്രത്യാശയാണ് ദൈവസഭയെ നിലനിർത്തുന്നത്, അല്ലേ? ഹല്ലേലൂയ! ഇന്ന് രാത്രി ഉറക്കളച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, ഇമ്മവെട്ടാതിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യാശ, ഏതു സമയത്തും കാഹളമൂതി മധ്യാകാശത്ത് വരുന്ന സഭയുടെ ആത്മമണവാളനായ യേശു ക്രിസ്തുവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അമേൻ, വാട്ടവും മാലിന്യവും ഒന്നും കറയും ചുളുക്കവും ഇല്ലാത്ത ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ!
അതാണ് നമ്മുടെ ഈ രാത്രിയിലെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുമെന്ന് കർത്താവ് താൻ ഗംഭീരനാദം, വെരി ലൗഡ് വോയിസ് ഓഫ് ലോർഡ് ഗോഡ്, കർത്താവ് താൻ ഗംഭീരനാദം. ആ ഗംഭീരനാദത്തിന് 8 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ പഴയ നിയമത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാമത്തെ അർത്ഥം മരിച്ചവന് ജീവൻ കൊടുക്കുന്ന ശബ്ദം. സ്തോത്രം, സ്തോത്രം. അഴുകിത്തുടങ്ങിയവന് രൂപാന്തരം കൊടുക്കുന്ന ശബ്ദം. അത് രണ്ടും ഭൂമിയിലായിരുന്നപ്പോ തമ്പുരാൻ തെളിയിച്ചു. മരിച്ചു നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് തമ്പുരാൻ വിളിച്ചു, ലാസറേ നീ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ അഴുകിത്തുടങ്ങിയ ലാസർ കണ്ണു ചിമ്മി പുറത്തു വരുവാനിടയായി തീർന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്ന, ജീവൻ കൊടുക്കുന്ന തമ്പുരാന്റെ ശബ്ദം. തീർന്നില്ല. സ്വത്രം. ഒരു അമ്മയ്ക്ക് ഏകമകനായ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ മരിച്ച് മഞ്ചത്തിൽ ചുമന്ന് നൽക്കവല വഴി സെമിത്തേരിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ജീവന്റെ ഉടമസ്ഥനായ യേശു നേരെ വന്നിട്ട് മഞ്ചത്തിൽ കരം തൊട്ടിട്ട് പറഞ്ഞു, ബാല്യക്കാരാ നീ എഴുന്നേക്ക്. മഞ്ചത്തിൽ ചാടി എഴുന്നേറ്റ് ആ ബാല്യക്കാരന് ജീവനോടെ തേജസ്സുറ്റ ശരീരത്തോടെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തൊരു ശബ്ദമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദം. ഞാൻ ഉറങ്ങുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. മനസ്സിലായില്ലേ ദൈവമക്കളെ? എനിക്ക് അന്നാ മനസ്സിലായത്, നമ്മൾ ഉറങ്ങും, പക്ഷേ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അങ്ങനെ ഉറങ്ങാതെ മയങ്ങാതെ ജീവന്റെ ഉടമസ്ഥനായ കർത്താവ് ഗംഭീരനാദത്തോടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ജീവനോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, സ്വത്രം, ദ വോയിസ് ഓഫ് ആർച്ചേഞ്ചൽ, പ്രധാന ദൂതന്റെ ശബ്ദം. മരിച്ചുയർത്തെന്നേക്കുന്ന ശരീരത്തോട് പിശാചിന്റെ വാദം, ആമേൻ, അവസാനിപ്പിക്കാൻ മിഖായേലിന്റെ ശബ്ദം. 3, ദ ട്രംപ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കാഹളം. സ്തോത്രം. എന്തിനാ കാഹളം? സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1-2 വാക്യം വായിക്കണ്ട. 1, സഭയെ പുറപ്പെടുവിക്കാൻ. 2, സഭയെ വിളിച്ചുകൂട്ടാൻ. സ്തോത്രം. ഇന്ന് രാത്രി സഭയെ വിളിച്ചുകൂട്ടി ഒരുക്കാനാണ് സുവിശേഷമാകുന്ന കാഹളം നമ്മൾ ഊതിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരുങ്ങാനുള്ള ദൈവമക്കൾ ഒരുങ്ങണം. അതിനു വേണ്ടിയാണ് സുവിശേഷമാകുന്ന ഈ കാഹളം ഇന്ന് രാത്രി ആമേൻ തെളിവോടെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടക്കമുള്ള അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാർ ഇത് നിർത്തുന്ന സമയത്ത് മറ്റൊരു കാഹളം ഊതും. അത് കർത്താവ് താൻ, സ്തോത്രം, കർത്താവ് ദൈവത്തിന്റെ കാഹളം. അത് ഊതുമ്പോൾ സ്തോത്രം 4 സംഭവം ഉണ്ടാകും. റിട്ടേൺ, റിസറക്ഷൻ, റാച്വൽ, റീയൂണിയൻ. 1, ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. പിതൃസവിധത്തിലായിരിക്കുന്ന തമ്പുരാൻ കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് സ്തെഫാനോസ് പറഞ്ഞു, ഞാൻ കണ്ടു പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു 2 കൈകളും വിരിച്ചു നിൽക്കുന്ന കാഴ്ച. നമ്മുടെ വിശ്വാസ പ്രമാണം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിന്നെ ചേർക്കാൻ 2 കൈകളും വിരിച്ച് സ്വർഗത്തിൽ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. മറന്നു പോകരുത്. നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ആമേ, സ്തോത്രം, മടങ്ങി വരവ്. 1, പുനരുത്ഥാനം. സ്തോത്രം, റിസറക്ഷൻ, പുനരുത്ഥാനം. മരിച്ചവരെ അക്ഷയരായിട്ട് ഉയർക്കും. 3, എടുത്തുകൊള്ളപ്പെടൽ. 4, ഒരു പുനഃസമാഗമനം. കാരണം പൗലോസ് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് തമ്പുരാന്റെ മുഖം കണ്ട് ആരാധിക്കും. ഉറപ്പുള്ള ദൈവമക്കൾക്ക് സ്തോത്രം പറയാം കേട്ടോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ നമുക്കൊരു ഉറപ്പുണ്ട്. തേജസ്കരിക്കപ്പെട്ട തമ്പുരാൻ ആത്മശരീരിയായി ഈ കൊച്ചു ദൈവാലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, ആ മഹാദൈവത്തിന്റെ സാന്നിധ്യം ശരീരം കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ തൊട്ട് തലോടുന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ദൈവവചനം കേട്ടപ്പോൾ ശരീരത്തിൽ എന്തോ വിട്ടുമാറിപ്പോയതുപോലെ അനുഭവിച്ച ചിലരും ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ശരീരത്തിലും മനസ്സിലും ശബ്ദത്തിലുമൊക്കെ അനുഭവിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ. പക്ഷെ ഒരിക്കൽ താനായിരിക്കുന്നത് പോലെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ അവസരം നമുക്കുണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമായി ഭൂമിയിൽ, മധ്യാകാശത്തിൽ, സ്വർഗത്തിന്റെ സവിധത്തിൽ, പിതൃസന്നിധിയിൽ
രണ്ട് പ്രധാനപ്പെട്ട സംഭവം നടക്കും. ഒന്ന്, കുഞ്ഞാടിന്റെ കല്യാണം. അവിടെ ഒരു മിന്നുകെട്ടോ മന്ത്രപൊടി വാഴ്ത്തലോ ഒന്നുമില്ല. അതൊരു സിംബോളിക്കൽ ലാംഗ്വേജ് ആണ്, ഒരു ആലങ്കാരിക ഭാഷ. എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് പൂർണ്ണ അവകാശമുള്ളതുപോലെ ദൈവസഭയ്ക്ക് തമ്പുരാന്റെ സ്വത്തിൽ പൂർണ്ണ അവകാശം കൊടുക്കുന്നൊരവസ്ഥ. ഇന്ന് നാം ഒന്നുമില്ലാത്തവരാ, പക്ഷേ നമുക്കെല്ലാം ഉള്ളവനെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. രണ്ടാമത്, നാമൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം കിരീടങ്ങളായി, ജീവന്റെ മന്നയായി, തേജസ്സായി, വാടാത്ത കിരീടമായിട്ട് വിഭജിച്ച് നൽകുന്നൊരു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് നടക്കുമ്പോൾ താഴെ ഒരു മഹാപീഡനം നടക്കും ഇസ്രായേലിന് വേണ്ടി. 2 പതനങ്ങൾ. അതിൽ സ്തോത്രം 3.5 വർഷത്തെ മഹാപീഡനം നടക്കെ 2 പ്രസംഗം നടക്കും. ഒന്ന്, 2 സാക്ഷികൾ. അവര് പ്രസംഗിക്കും, അവരെ കൊന്നുകളയും. അവസാനം ആർക്കും തടയാൻ മേലാത്തൊരു പ്രസംഗം നടക്കും. സ്വർഗത്തിലൊരു ദൂതനിറങ്ങി ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു. സകല ജീവികളോടും സംസാരിക്കാൻ സത്യസുവിശേഷവന്റെ പക്കലിരുന്നു. ഞാനൊരു കാര്യം ലോകത്തോട് വിളിച്ചു പറയാം. ലോകത്തിലൊരു ശക്തി നോക്കിയാലും സുവിശേഷ ഘോഷണം അവസാനിക്കില്ല. അതിനെ തീർക്കാൻ ആർക്കും കഴിയില്ല. നോക്കിക്കേ, ദൈവമാണ് അത് ആരംഭിച്ചതെങ്കിൽ വളർത്തുന്നതും ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. അത് കഴിഞ്ഞ് അവസാനത്തെ സുവിശേഷ ഘോഷണം കഴിയും. അന്ന് എതിർ ക്രിസ്തു ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ അവർക്കൊരു കാര്യം ഓർമ്മ വരും. സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ. ദാവീദ് പറഞ്ഞ കാര്യം ഓർക്കും, യുദ്ധം യഹോവയ്ക്കുള്ളത്. അന്ന് ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ നെഞ്ചത്തടിച്ച് ഇസ്രായേൽ മക്കൾ കരയും. വെളിപ്പാടുകാരൻ പറയുന്നു, ഏകജാതനായ ഒറ്റ മകൻ മാത്രമുള്ളൊരമ്മ മകന്റെ വേർപാടിൽ വിലപിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് തമ്പുരാനോട് നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് സ്തോത്രം, മേഘാരൂഢനായ ദൈവം ഒലിവുമലയുടെ മുകളിൽ ഇറങ്ങി വരും. ആ വാക്യമാണ് ഞാൻ വായിച്ചത്. കർത്താവിൻ സ്തോത്രം. അതിനു മുമ്പ് ഹല്ലേലൂയ, മേഘത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ എതിരേൽക്കാൻ നമുക്കൊന്നൊരുങ്ങാം, നമുക്കും തയ്യാറാകാം. സഭ എടുത്തുകൊള്ളപ്പെടാറായി, നമ്മുടെ ശുശ്രൂഷ അവസാനിക്കാറായി. വരുന്ന വർഷം ഈ സമയത്ത് ഈ മീറ്റിംഗ് തമ്പുരാൻ വന്നെങ്കിൽ ഉണ്ടാവില്ല, നമ്മൾ പലരും കാണില്ല. കാരണം കർത്താവ് നമ്മളെ എടുത്തുകൊള്ളപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ മെസ്സേജ് അവസാനിക്കുമ്പോൾ ഒന്നുകൂടെ പറയുന്നു, ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ, ആരെങ്കിലും മടങ്ങി വരാനുണ്ടെങ്കിൽ, ആരെങ്കിലും യഥാസ്ഥാനപ്പെടാനുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവവിധനായി തീരുകയാണെന്ന് എഴുന്നേറ്റ് പറയണ്ട, ആരുടെയും കാതുകളിൽ പറയണ്ട. കണ്ണടച്ചിരിക്കുന്ന ഇരപ്പിൽ നിന്റെ ഉള്ളത്തിലൊന്ന് നിലവിളിച്ചാൽ നിന്റെ മനസ്സ് വായിച്ചറിയുന്ന ദൈവം ആരാധനയ്ക്ക് നടുവിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവൾക്കും കർത്താവ് അവസരം തന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോകുന്നത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കയറാം, എല്ലാവരെയും കാണാം. ഒരുമിച്ച് ആരാധിച്ച ഭദ്രാസനമാണ്. സന്തോഷമുണ്ട്. എല്ലാവരെയും കണ്ടൊരിക്കൽ കൂടെ ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് മനസ്സാന്തരപ്പെടുക, ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കഷ്ടപ്പാടിനും നമ്മുടെ പ്രയാസത്തിനും നമ്മുടെ കണ്ണുനീരിനും നമ്മൾ അധ്വാനിച്ചതിനും പ്രതിഫലമുണ്ടാകണം. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കാം, ഒരുങ്ങാം. എനിക്ക് അവസരം ഒരുക്കി തന്ന അനുഗ്രഹീതരായ ബഹുമാന്യരായ കർത്തൃഭൃത്യന്മാരുടെ നന്ദിയും കടപ്പാടും അറിയിച്ച് നിർത്തുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാപത്തിൽ
ഈ രണ്ടാം രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോടും നിവാസികളോടും സഭാവിശ്വാസികളോടും ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശ്രേഷ്ഠദാസനെ നിയോഗിച്ചയച്ച ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി കരയേറ്റുകയാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ മേഘാരൂഢനായി വന്ന് നമ്മളെ സമാശ്വസിപ്പിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ആ വലിയ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തിയ കർത്തൃദാസനോടും കൂട്ടായി വന്ന ദാസിയോടും പുന്നപ്ര സെന്റ് പോൾ CMS ആംഗ്ലിക്കൻ സഭയുടെ മുഴുവൻ നന്ദിയും കടപ്പാടും തദവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ രണ്ടാം ദിവസത്തെ കൂട്ടായ്മയിലും സമീപ സഭകളിൽ നിന്നും കടന്നു വന്ന സഭാവിശ്വാസികൾക്കും മറ്റ് ആത്മമിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം പുന്നപ്ര സെന്റ് പോൾ CMS ആംഗ്ലിക്കൻ സഭയുടെ നന്ദി തദവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സഭയുടെ അംഗങ്ങൾക്കും എന്റെ പേരിലും ഈ സഭയുടെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷകൾക്കൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്റെ വാക്കുകൾ വിരാമമിടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. സ്വർഗീയ പിതാവേ, ഈ സുവിശേഷ യോഗത്തിന്റെ രണ്ടാം ദിന രാത്രിയിലും ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധ പാദപീഠമായിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും പരമപിതാവും കാരുണ്യവാനുമായ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം പ്രഘോഷിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കായി മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സ്വർഗത്തിലെ ദൈവത്തോട് കരുതുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്വർഗം ഈ ദേശത്തോട് തന്റെ ദാസനിലൂടെ തന്റെ വചനം പ്രഘോഷിപ്പാൻ സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഞങ്ങൾ വചനം കേട്ടു. ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ ഞങ്ങൾ കേട്ട വചനത്വത്തവണ്ണമായി ഞങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിച്ച് അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ സ്വർഗം അവിടുന്ന് ഓരോരുത്തരിടയാക്കുമാറാകണമേ. സ്വർഗപിതാവ് രാത്രിയിൽ കടന്നു വന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂരയിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മടക്കയാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് കൂടിയിരിക്കുമാറാകണമേ. ഇന്ന് രാത്രി ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ കർത്തദാസന്മാരെയും ബഹുമാനപ്പെട്ട ജോൺസ് ബൈബിളിലച്ചനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നത് എല്ലാ മക്കളെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിച്ച എല്ലാ ജീവിതങ്ങളെയും സ്വർഗം ഇന്ന് രാത്രിയിൽ അവിടെ സന്ദർശിച്ച് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ യോഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ തന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ സമസ്തം സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്ത പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ലേശങ്ങളിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രിയിലെ വചനത്താൽ നീ അവിടുന്ന് വിടുതലും സൗഖ്യമാശ്വാസവും കൽപ്പിച്ചിരിക്കുന്നതോട് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ നാഥ ഞങ്ങൾ പിരിയാത്തിനെ കൂടെ ഇരിക്കുകയും മാത്രമല്ല കർത്താവ് എന്ന് വഴിപാടർപ്പിച്ച എല്ലാ കരങ്ങളെയും അവർ ഇരട്ടിയായി അനുഗ്രഹിച്ച സ്വർഗം സഹായിക്കണമേ. ഇപ്പോൾ നാഥ ഞങ്ങൾ പിരിയാത്തിനെ കൂടെ ഇരിക്കണം. നാളത്തെ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നിക്കിട്ട് ഉത്തരമരളുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സുഖത്തെ പോലെ ഭൂമിയിൽ ചെയ്യപ്പെടണമേ. ആഹാരം തരണമേ. ഞങ്ങൾ നേരെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റങ്ങൾ പാഞ്ഞുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പക്ഷിലേക്ക് കടത്താതെ ദോഷം രക്ഷിക്കുന്നു. രാജ്യ ശക്തി മഹത്വം നിനക്കുള്ളതാകുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം.